IPL 2026 ആരവങ്ങൾ ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് ഒരു യുവതാരത്തിന്റെ വാക്കുകളാണ്. അത് മറ്റാരുമല്ല, ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകൻ ശുഭ്മാൻ ഗിൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗില്ലിന്റെ T20 ഫോമിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കാത്തതിനെ തുടർന്ന് ഗില്ലിനെ എഴുതിത്തള്ളിയവർക്കും വിമർശകർക്കും ഇപ്പോൾ ഗിൽ തന്നെ കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ്. എനിക്കൊന്നും തെളിയിക്കാനില്ല, എൻ്റെ കണക്കുകൾ സംസാരിക്കും. ഇതായിരുന്നു പ്രീ സീസൺ വാർത്താ സമ്മേളനത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ വാക്കുകൾ. വെറുമൊരു വാക്കല്ല ഇത്, കണക്കുകളുടെ പിൻബലമുള്ള ആത്മവിശ്വാസമാണ്. നമുക്ക് നോക്കാം എന്താണ് ഗില്ലിനെ ഇത്രമാത്രം ആത്മവിശ്വാസമുള്ളവനാക്കുന്നതെന്ന്. വിമർശകർ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റിനെയും സ്ഥിരതയെയും ചോദ്യം ചെയ്യുമ്പോൾ 2022 മുതലുള്ള കണക്കുകൾ നിരത്തിയാണ് ഗില്ല് തിരിച്ചടിക്കുന്നത്. കഴിഞ്ഞ 4 സീസണുകളിലായി IPL ഏറ്റവും കൂടുതൽ റൺ അടിച്ചുകൂട്ടിയ താരം ഗില്ലാണ്. 2022 മുതൽ ഇതുവരെ IPL ഗിൽ നേടിയത് 2449 റൺസാണ്. സ്ട്രൈക്കിംഗ് റേറ്റ് ആകട്ടെ 149.78. ഓർക്കുക, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം വിരാട് കോഹ്ലി പോലും റൺവേട്ടയിൽ ഗില്ലിന് പിന്നിലാണ്. T20 സ്ഥാനത്തിനായി ഗില്ലിനോട് മത്സരിക്കുന്ന സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഈ കണക്കുകൾ. T20 ലോകകപ്പ് ടീമിൽ നിന്ന് തഴയപ്പെട്ടതിനെക്കുറിച്ച് ആരാധകർക്കും മാധ്യമങ്ങൾക്കും വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗിൽ വളരെ ശാന്തനായാണ് ഇതിനോട് പ്രതികരിച്ചത്. ഗിൽ പറയുന്നത്, ലോകകപ്പിൽ ഇല്ലാത്തതിൽ എനിക്കൊരു നിരാശയുമില്ല. ഒരു കളിക്കാരൻ എന്ന നിലയിൽ എൻ്റെ കടമ റൺസ് കണ്ടെത്തുക എന്നതാണ്. അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. ആർക്കു മുന്നിലും എനിക്കൊന്നും തെളിയിക്കാനില്ല. ഗുജറാത്ത് ടൈറ്റൻസിനായി കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ എന്തു ചെയ്തുവെന്ന് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടതിന് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ചുമതല ഗില്ലിന്റെ കൈകളിലെത്തുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ടീമിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നായകനെന്ന നിലയിൽ ഗിൽ പക്വത കാണിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏഷ്യ കപ്പിന് മുന്നോടിയായി സഞ്ജു സാംസണെ പിന്തള്ളി ടീമിൽ ഇടം പിടിച്ച ഗില്ലിന് ലഭിച്ച അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. ഇതോടെയാണ് വിമർശകർ ഗില്ലിന്റെ ഫോമിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ IPL 2026 ഗിൽ കാണുന്നത് ഒരു പുതിയ തുടക്കമായാണ്. ഗുജറാത്ത് ടൈറ്റൻസിനായി രണ്ടാമതൊരു കിരീടം നേടുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് ഗിൽ വ്യക്തമാക്കുന്നു. ബാറ്റിംഗിൽ താൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്നും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ താൻ സജ്ജനാണെന്നും ഗിൽ അടിവരയിട്ട് പറയുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗില്ലിനുള്ള റെക്കോർഡുകൾ അവിശ്വസനീയമാണ്. തന്റെ ഹോം ഗ്രൗണ്ടിൽ ഗിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ബൗളറും ഒന്ന് വിറയ്ക്കും. ഈ സീസണിലും ഗുജറാത്തിന്റെ ബാറ്റിംഗിന്റെ നട്ടെല്ല് ഗിൽ തന്നെയായിരുന്നു. വിമർശകർക്ക് തന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ ശുഭ്മാൻ ഗിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ടീം ഇന്ത്യയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവിന് ഈ IPL സീസൺ ഗില്ലിന് വഴിയൊരുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.